നമ്മൾ തെലുങ്കിലാണെങ്കിലും തമിഴിലാണെങ്കിലും മലയാളത്തിനേക്കാളും കൂടുതൽ റീമേക്സ് നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്ന് പറയുന്നത്. സോ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടി, നല്ലൊരു ഗംഭീര സിനിമയാണെങ്കിൽ അത് റീമേക്ക് പല ഇൻഡസ്ട്രീസും ഇപ്പോഴും പണ്ടുമൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഒരു ആവറേജ് ടു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു മൂവിയുടെ റീമേക്ക് അങ്ങനെ കാര്യമായി സംഭവിക്കാറില്ല എന്നുള്ളതാണ്. മെയിൻലി സംഭവിച്ചാലുണ്ടെങ്കിലും വളരെ വിരളമായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു റീമേക്കാണ് ഷോർട്ട് ടൈം എന്ന് പറയുന്ന നവീൻ ചന്ദ്രയുടെ ഈ ഒരു മൂവി എന്ന് പറയുന്നത്. മദൻ കുമാർ ദക്ഷിണമൂർത്തിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒറിജിനൽ വേർഷൻ ആയിട്ടുള്ള മൂവിയുടെ പേര് നൂഡിൽസ് എന്നാണ്. സോ ഒരു സിനിമ കൂടുതലും വർക്കൗട്ട് ആവാത്തത് ഈ ഒരു ഒറിജിനൽ തന്നെ ഒരു ആവറേജ് ടു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് നൽകിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരു അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പല സംഭവങ്ങൾ ആ ഒരു മൂവിയിലുണ്ട്. സോ അങ്ങനെയുള്ള ഒരു മൂവി റീമേക്ക് ചെയ്യുമ്പോൾ ബെറ്റർ ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ രണ്ട് മൂവിയിലും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ചില തമിഴിലെ പെർഫോമൻസിനേക്കാളും വന്നിരിക്കുന്നത് തെലുങ്കിലെ പെർഫോമൻസ് ആണ് കുറച്ച് നന്നായി വന്നിരിക്കുന്നത്. മെയിൻലി ഹരീഷ് ഉത്തമന്റെ ഒരു അഡ്വക്കേറ്റിന്റെ റോൾ വരുന്നുണ്ട്. അതൊക്കെ കൂടുതലും ഒരു നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയത് തെലുങ്കിലായിരുന്നു. സോ തമിഴിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു പോലീസ് ഓഫീസറിന്റെ റോളിൽ ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഔട്ട്പുട്ടാണ് നൽകിയത്. പക്ഷെ തെലുങ്കിലോട്ട് വരുമ്പോൾ ആ ഒരു ഔട്ട്പുട്ട് വളരെ ഒരു നെഗറ്റീവ് ആയിട്ടാണ് ആ ഒരു ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. സോ അങ്ങനെ കുറെ പ്രശ്നങ്ങളുള്ള അമച്വറിഷ് മേക്കിംഗ് ഉള്ള ഒരു മൂവിയാണ്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്.